എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ചിക്കൻ തോരനാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി ചതച്ചത് ഇട്ട് ഇളക്കി കൊടുക്കാം. 250 ഗ്രാം ചിക്കൻ, ഇഞ്ചി, വെളുത്തുള്ളി, ഗരം മസാല, കുരുമുളക് പൊടി, കാശ്മീരി മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, ഉപ്പും ഒരല്പം തൈരും കൂടി ചേർത്ത് മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ വെച്ചിട്ടുണ്ട്. ഉള്ളി മൂത്ത് വരുമ്പോഴേക്ക് ഇതിലേക്ക് മസാല തേച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇത് വേകാൻ ആവശ്യമായ വെള്ളം ചേർത്ത് നന്നായി ഇളക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല, ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അരച്ചെടുക്കാനായിട്ട് 4 ടേബിൾ സ്പൂൺ തേങ്ങ, 1/4 ടീസ്പൂൺ ജീരകം, 3 ഏലക്ക, 3 കഷ്ണം പട്ട, 6 ഗ്രാമ്പു എന്നിവ എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, അരപ്പിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതിലേക്ക് അരപ്പ് ചേർത്ത ശേഷം മിക്സിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച ശേഷം അതും കൂടി ഒഴിച്ചു കൊടുക്കാം. അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് തുറന്ന് ഉപ്പ് നോക്കണം, കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങി മസാലയെല്ലാം ചിക്കൻ്റെ കൂടെ കിടന്ന് നന്നായിട്ട് വെന്ത് വന്നോളും. ഇനി ഇതിലെ വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം. ഇപ്പോഴാണ് ചിക്കനിലെ അരപ്പിലേക്ക് മസാല എല്ലാം ചേർന്ന് നല്ലൊരു രുചിയായിട്ട് വന്നിട്ടുണ്ടാകുക. അധികം എരിവില്ലാത്ത ഒരു വിഭവമാണിത്. തേങ്ങ ചേരുന്നത് കൊണ്ട് തന്നെ എരിവ് കുറവായിരിക്കും. കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണിത്. ഇതിലത്തെ തേങ്ങ മസാല ചേർന്നത് കൊണ്ട് തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ രുചികരമായിരിക്കും. ചിക്കനിൽ ഇത്തരത്തിലുള്ള മസാല പൊതിഞ്ഞിരിക്കണം, അതാണ് ഇതിൻ്റെ പാകം. നല്ല ചൂട് ചോറിൻ്റെയോ ചപ്പാത്തിയുടെയോ അപ്പത്തിൻ്റെയോ കൂടെ വിളമ്പാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്തോളൂ. മറ്റൊരു നല്ലൊരു വിഭവമായി മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാം. താങ്ക്